ഹലോ, ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഈന്തപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഈന്തപ്പഴമൊക്കെ കഴിക്കില്ലാത്ത മക്കൾക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിക്കും. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം അതിൻ്റെ കായൊക്കെയും കളഞ്ഞ് കഴുകി വാരി എടുത്തിട്ടുണ്ട്. അത് ഞാനിനി വെള്ളത്തിൽ കുതിർത്താൻ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ വിസിലൊക്കെ അടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിക്ക് ആയി കിട്ടിയിട്ടുണ്ട്. അത് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ജ്യൂസിന് എത്ര പഞ്ചസാരയാണോ വേണ്ടത് ആ പഞ്ചസാരയുടെ ഇട്ട് കൊടുക്കാം. ഒരു 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ബദാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പം നമ്മൾ നല്ല കട്ടിക്കാണ് നമുക്ക് കിട്ടിയേക്കണം. ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ജ്യൂസാട്ടോ ഇത്. അപ്പം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഈ ജ്യൂസ് നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തിയാണ്. അപ്പോൾ ഈത്തപ്പഴവും കഴിക്കില്ല, ചെറുപഴമൊന്നും കഴിക്കില്ലാത്ത മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിക്കും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.